ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു കാടൊക്കെ വട്ടിപ്പറിച്ചുകൊണ്ടാണ് ഗൈസ് വന്നേക്കുന്നത്. ഇതിൻ്റെ പേരെന്തോന്നായിരുന്നു? മുള്ളുമുരുക്ക. അപ്പോൾ കണ്ട നമ്മുടെ വട്ടയില പോലെയൊക്കെ ഇരിക്കുന്നല്ലേ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുറുക്ക് കാച്ചാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ ശരിക്കും ഇത് നടുവേദനയ്ക്കൊക്കെ നല്ലതാണെന്നാണ് പറയല്. അപ്പോൾ ആദ്യമേ നമുക്ക് നമ്മുടെ ശർക്കര വെള്ളം കാച്ചിയെടുക്കണം. അത് നല്ലപോലെ കാച്ചി വന്നപ്പോഴത്തേക്കും നമ്മൾ ഇതാണ്ട് മിക്സഡ് ജാറിൽ ആ ഇല നല്ലപോലെ കഴുകിയിട്ട് നല്ലപോലെ അരച്ചെടുക്കണം. ആ അരച്ചെടുത്ത സാധനത്തിൽ നമുക്കൊരു അരിപ്പയിലോട്ട് ഒഴിച്ച് നല്ലപോലെ നെക്കി പിഴിഞ്ഞ് അപ്പം നീരെല്ലാം അങ്ങ് എടുക്കണം കേട്ടോ. അപ്പോഴത്തേക്കും അതൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത് നമ്മുടെ തേങ്ങാപ്പാൽ വേണം. അതിനോട് ഒരു ചെരുവ തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു പകുതി തേങ്ങ. അപ്പോൾ അതെടുത്ത് നല്ലപോലെ മിക്സിയുടെ ജാറിലിട്ട് അരച്ചിട്ട് ഞാൻ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ നല്ലപോലെ കിട്ടും. അതും കൂടെ നല്ലപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യമേ എടുത്ത് വെച്ചേക്കുന്ന നമ്മുടെ ഈ ശർക്കര പാനി ഉണ്ടല്ലോ, അതും കൂടി ഇതിനകത്തോട്ട് അരിച്ചങ്ങ് ഒഴിച്ചു കൊടുക്കണം. ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് കടിക്ക് പിടിച്ചെന്ന് തോന്നുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജീരകവും ഏലക്കയാണ്, നല്ല ജീരകവും ഏലക്കയാണ് എടുത്തേക്കുന്നത്. അതും കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം കൂടെ നമുക്ക് കുറുകി വരാൻ വേണ്ടിയിട്ട് ഞാൻ അരിപ്പൊടി ആട്ടോ എടുക്കുന്നത്. നിങ്ങൾക്ക് കോൺഫ്ലവർ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ 2 സ്പൂൺ അരിപ്പൊടി ഇട്ട് ഇതിനകത്ത് കലക്കി ഒഴിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നല്ലപോലെ തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കാം. പണ്ട് ആ പറയുന്നത് കുറുക്കി നമ്മൾ അലുവ കഷ്ണം പോലെ കഴിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ബൈ, സീ യു.